எல்லாருக்கும் நமஸ்காரம். அன்னைக்கு வணக்கம், தந்தைக்கு வணக்கம், ஆசானுக்கு வணக்கம், 18 சித்தர்களுக்கு வணக்கம். ഇന്ന് മുതൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് ഇരുന്ന അതീവ രഹസ്യങ്ങളുടെ കലവറയായ നമ്മുടെ രസവാദത്തെ കുറിച്ചാണ് ഇന്ന് മുതൽ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് ഇത് പറയും, അതിനുശേഷം ഒരു ടിപ്പും ഞാൻ തരും. അപ്പോൾ അതാണ് പ്ലാനിങ്. എന്താ പോരെ? ശരി, നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക. അതേപോലെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. മലയാളത്തിൽ ഇന്ന് വരെ, തമിഴിലും എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത്ര ബഹിരംഗമായിട്ട് ആരും ഇതിന് തയ്യാറെടുക്കാൻ തുനിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇത് പരമ്പരയായിട്ട് തലമുറയായിട്ട് കൈമാറി വരുന്ന അതിനിഗൂഢമായ ഒരു ആധുനിക ശാസ്ത്രത്തിന് അപ്രാപ്യമായ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്. അങ്ങനെ ഒരു വിഷയമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അതായത് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഈ സ്വർണം എന്ന് പറയുന്ന ഈ ഒരു മെറ്റൽ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടം ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ ആ കാലത്ത് തന്നെ നമ്മുടെ രാജാക്കന്മാരുടെ ഇരിപ്പിടങ്ങളിലായാലും കസേരയിലായാലും ചെരുപ്പിലായാലും വാളിന്റെ പിടിയായാലും കിരീടമായാലും പിന്നെ ഈ പറഞ്ഞതുപോലെ ഒട്ടനവധി കട്ടിലിന്റെ കാലില് അതുപോലെ നമ്മൾ ഓരോ മ്യൂസിയങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എല്ലാ സ്ഥലത്തും ഗോൾഡാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇത് എങ്ങനെ സാധ്യമായി? ഗോൾഡിന് എങ്ങനെ അത്രയും പ്രാമുഖ്യം നമ്മുടെ രാജഭരണകാലത്ത് തന്നെ, അതിനു മുന്നേ ഉള്ള കാലത്ത് തന്നെ ഉണ്ടാകാൻ തുടങ്ങി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോ ഇത് രസവാദം എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്വർണം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് എന്നാണ് എല്ലാവരുടെയും ഒരു ചിന്താഗതി പോകുന്നത്. എന്നാൽ അത് തെറ്റാണ്. അത് വരും, അതിൻ്റെ കൂട്ടത്തിൽ വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, വരും. അപ്പോ രസവാദം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് സിദ്ധന്മാർക്ക് മാത്രം അവകാശപ്പെട്ട, അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വച്ച്, ഒരു മനുഷ്യ ജീവിതം പരിപൂർണമായിട്ടും ഒഴിഞ്ഞു വച്ച് മനുഷ്യരാശിക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു രക്ഷാ കവചമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം പണ്ടുള്ള മഹർഷിമാര് ദരിദ്രനായ ഒരാളിന്റെ വീട്ടിൽ ചെന്ന് ഭിക്ഷയാചിക്കാൻ ചെല്ലുമ്പോൾ അവർ ഒരു നിവൃത്തിയില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവന്റെ നിസ്സഹായ അവസ്ഥ അവൻ വെളിപ്പെടുത്തുമ്പോൾ അവന് ആ ഒരു സംഗതി പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ അവന് അത് ചെയ്ത് നീ ഈ സാധനം കൊണ്ട് ജീവിച്ചോ എന്നും പറഞ്ഞിട്ട് അവന് ആ ഒരു സ്വർണം കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ഇന്ത്യക്ക് അകത്ത് തന്നെ, ദൂരെ എങ്ങും പോകണ്ട, തമിഴ്നാട്ടിൽ തന്നെ ഇന്നും തമിഴ്നാട്ടില് ഒരു മല മൊത്തം സ്വർണ്ണ ഖനിയായിട്ട് നിൽപ്പുണ്ട്. അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഈ അടുത്ത കാലഘട്ടത്താണ് ഞാനത് മനസ്സിലാക്കിയത്. അവിടെ മൊത്തം കേന്ദ്രസേന വളഞ്ഞ് സീൽ ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴും അതിനകത്ത് നിന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എടുക്കാനുള്ള ആ ഒരു അനുവാദം ഒന്നും കൊടുത്തിട്ടില്ല.
അതങ്ങനെ തന്നെ കാവലിൽ നിർത്തി സൂക്ഷിക്കുന്നു. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ആ പരിസരത്തിലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ മൊത്തം അവിടെ വെളുപ്പിന് രാവിലെ പോയി അവിടെ തെരച്ചിൽ നടത്തി അവിടെ നിന്ന് കുറേശ്ശെ സ്വർണം എടുത്ത് ഇതേപോലെ പിന്നെ കൊണ്ട് വിറ്റ് അവരുടെ ഉപജീവനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ടിപ്സിലേക്ക് കിടക്കാം. അതായത് മർമ്മശാസ്ത്രത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാരാണ് മർമ്മശാസ്ത്രം കണ്ടുപിടിച്ചത്. അഗസ്ത്യമുനി ഉൾപ്പെടെ നമ്മുടെ 17 സിദ്ധന്മാർ, അങ്ങനെ അഗസ്ത്യമുനിയും കൂടെ ചേർത്ത് 18 സിദ്ധന്മാരാണ് നമ്മുടെ ഈ മർമ്മശാസ്ത്രത്തിന്റെ പിന്നെ ഒരു ഫണ്ടമെന്റൽ തിയറി തന്നെ രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ അറ്റവും മൂലയെല്ലാം എടുത്തോണ്ട് പോയി അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് ആ തെറാപ്പി, ഈ തെറാപ്പി, മറ്റേ തെറാപ്പി, മറിച്ച തെറാപ്പി എന്നെല്ലാം പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഓരോ പേരും കൊടുത്ത് ആളുകൾ അതിന്റെ പുറകെ നെട്ടോട്ടം ഓടുക. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഗ്യാസ്ട്രിക് പ്രോബ്ലം, അതിന് പിന്നെ ഒരു വർമ്മമുണ്ട്. ആ വർമ്മത്തിൽ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സംഗതി അവിടെ ക്ലിയർ ആവുക. 10 മിനിറ്റ് കേസേ ഉള്ളൂ. പക്ഷേ അത് ചെയ്യേണ്ട മുറയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആർക്കും അറിയില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ. എന്തെങ്കിലും ഏറ്റവും മൂലയെ അറിയും, എന്നിട്ട് പിന്നെ വെച്ചങ്ങ് കസറുവാകും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു രീതി അല്ല. അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാകുന്നത്. ഗുരുകുലത്തിൽ നിന്ന് അഭ്യസിച്ച വിദ്യക്ക് മാത്രമേ പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ഒരു പിന്നെ ഇതായിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം പോകുന്നത്. അപ്പോൾ അതിന് മാത്രം കണക്കുണ്ട്. അതിൻ്റെ പ്രഷർ, അതിൻ്റെ എത്രത്തോളം നമ്മൾ പിന്നെ ഹാർഡായിട്ട് പ്രഷർ ചെയ്യണം, പിന്നെ ഏത് ലെവലിലായിരിക്കണം ആ പ്രഷറിൻ്റെ ആ ഒരു ബലം കൊടുക്കേണ്ടത്, അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ചുമ്മാ ഈ പിന്നെ വീഡിയോക്കകത്ത് കണ്ട് പിന്നെ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാ വളർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തമാശ രൂപത്തിലൊക്കെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലെല്ലാം പിന്നെ ഒരു വലിയ ഒരു പിന്നെ കാരണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വരുന്ന വീഡിയോകളിൽ ഞാനത് കുറേശ്ശെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു കാര്യം, വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഒരു വൈറസിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ, ശരീരത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊരു 50 വയസ്സ് വരെ ഇത് അനങ്ങത്തില്ല. ഈ 50 വയസ്സ് കഴിയുമ്പോഴാണ് ഇവന്റെ തനി നിറ ഇവ എടുക്കുന്നത്. ഈ 50 വയസ്സ് കഴിയുമ്പോൾ ചുരുട്ടി കിടത്തി കളയുന്നത്. അപ്പൊ ഇത് പകരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തിൽ കൂടി പകരാനുള്ള സാധ്യതയാണ് ഇതിൽ കൂടുതലായിട്ടും പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അന്യരാജ്യത്തേക്ക്, എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ അന്യരാജ്യത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾ ഈ ഒരു ടെസ്റ്റിൽ മിക്ക ആൾക്കാർക്കും പോകാൻ പറ്റാതെ ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പോൾ ഇതിനുള്ള അതിശക്തമായ ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ഞാനത് പറഞ്ഞില്ല. കാരണം ഇനിയിപ്പോൾ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ ഈ ഒളിച്ചു വെച്ചിട്ട് ഞാൻ എന്താ സാധിക്കേണ്ടേ? ഒന്നും സാധിക്കാനില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടുന്നവർ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറുകളിൽ വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. താല്പര്യമുള്ളവർക്ക് വന്നാൽ ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z ഞാൻ പറഞ്ഞു തരാം. അതേപോലെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിന്നെ അത് പരിപൂർണമായിട്ടും മാറും അല്ലെങ്കിൽ മാറ്റും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ആധുനിക ശാസ്ത്രം പോലും പകച്ചു നിൽക്കുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം കാണിക്കണ്ടേ? ഇതൊക്കെ ഒരു സാമ്പിളാണ്. ഇനി വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. ഇത് കടല് പോലെ കിടക്കുകയാണ്.
അപ്പൊ അതൊക്കെ വരട്ടെ, പതുക്കെ നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ചികിത്സ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് അന്വേഷിച്ചറിഞ്ഞ് ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ട്രീറ്റ്മെന്റ് തന്നെയാണ്. ആ ട്രീറ്റ്മെന്റിൽ കൂടെ നമുക്ക് പിന്നെ അത് പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും. അതിൽ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. ഇത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു സംശയം. ഞാൻ കുറെ നോക്കി, കണ്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ കുറെ ഡോക്ടേഴ്സും കുറെ വൈദ്യന്മാരൊക്കെ ഉണ്ട്, അവരുമായിട്ട് ആലോചിച്ചു പറഞ്ഞു നല്ല ഒരു സംഗതിയാണ്, ഇതുവരെ ആരും അത് പിന്നെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ട് സാറ് അത് യൂട്യൂബിൽ ഇടണം, പിന്നെ എല്ലാവരും അറിയേണ്ടതുണ്ട്. പിന്നെ അത് കാരണം പല ആളുകളും പിന്നെ പുറം രാജ്യങ്ങളിലേക്ക് ജോലി സംബന്ധമായിട്ട് പോകാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പോകുമ്പോഴത്തേക്കും അവർക്ക് അത് തടസ്സമായിട്ട് വരുന്നു. അപ്പൊ അവരെയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ ഒരുപാട് നീണ്ടുപോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഞാൻ പറയാം. ഓക്കെ.